ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? യോഗം ചേരുക, നിർദ്ദേശങ്ങൾ നൽകുക, പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത് മാത്രമാണോ? ഒരു യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ആ നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നുണ്ടോ, ബന്ധപ്പെട്ട ആളുകൾ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ലെങ്കിൽ കാര്യക്ഷമമായി വീണ്ടും വീണ്ടും ഇടപെടേണ്ട ചുമതല കൂടിയുണ്ട് സർക്കാരിന്. എന്ന് വെച്ചാൽ വകുപ്പ് മന്ത്രിക്ക്. ഇവിടെ വലിയ അനാസ്ഥയുണ്ടായി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മണ്ണ് ഇടിഞ്ഞതാണോ, അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന മണ്ണ് ഒഴുകിപ്പോയതാണോ എന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളും വ്യക്തമാകുന്നത്. എന്തായാലും ഈ ദുരന്തം മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് മന്ത്രി ടി സിദ്ദിഖ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. PWDക്ക് ഒരു കുറ്റവും പറ്റിയിട്ടില്ല, യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് PWD വകുപ്പ് മന്ത്രി PK ബഷീറും മാധ്യമങ്ങളോട് പറഞ്ഞു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയാതെ രോഷാകുലനായി ഓടിപ്പോകുന്നതും നാം കണ്ടു ദൃശ്യങ്ങളിൽ. എല്ലാത്തിലും എന്തിനാണ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. പക്ഷേ ഇവിടെ യോഗം ചേർന്നിട്ടുണ്ട്. 25-ാം തീയതി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നുവെന്ന് PWD തന്നെ പുറത്തുവിട്ട മിനിറ്റ്സിലെ രേഖകൾ പറയുന്നു. രേഖ ഇങ്ങനെയാണ്: ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിയുടെ പ്രവർത്തന പുരോഗതിയും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിനായി നടത്തിയ സൈറ്റ് സന്ദർശനം, ചർച്ചയും തീരുമാനങ്ങളും എന്നാണ് PWD തന്നെ പുറത്തുവിട്ട യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പറയുന്നത്. അതിനുശേഷം പറയുകയാണ്, ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 25/6/2026 പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബഹു അദീല അബ്ദുള്ള IAS, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ബഹു അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും പ്രവൃത്തി പുരോഗതി വിലയിരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനിറ്റ്സ് ആരംഭിക്കുന്നത്. അന്നത്തെ യോഗത്തിൽ 15ഓളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പല നിർദ്ദേശങ്ങളും കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്: പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി, മറ്റ് പ്രതിഭാസമോ കാരണം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത തടയാൻ വേണ്ട എല്ലാ മുൻകരുതലുകൾ എടുക്കുവാനും പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നിർദ്ദേശിച്ചു എന്നാണ് ഒരു തീരുമാനം. 4-ാം നമ്പറായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അവസാന ഭാഗത്ത് പറയുന്നു, നിലവിൽ പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അപകട ഭീഷണി ഉള്ളതിനാൽ മണ്ണിടുന്നതിൻ്റെ ഉയരം കുറയ്ക്കാൻ വേണ്ട നടപടികൾ പാരിസ്ഥിതിക സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടാനും നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ഈ സമയത്ത് മണ്ണ് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആകാനും കൂടുതൽ അപകട സാധ്യതയുണ്ടാകാനും കാരണമാകുമെന്ന് വിലയിരുത്തി. നിലവിൽ സൈറ്റിൽ കൂട്ടിയിട്ട മണ്ണ് എടുത്തു മാറ്റുമ്പോഴുണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ട പ്രതിവിധി 2 ആഴ്ചക്കകം നൽകുമെന്ന് സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധി അറിയിച്ചു എന്നുകൂടി പറയുന്നു. അങ്ങനെ 15ഓളം തീരുമാനം എടുത്തിട്ടുണ്ട്. മണ്ണ് മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട്. മണ്ണ് എങ്ങോട്ട് മാറ്റണം എന്നതിന് പുതിയ സ്ഥലം കണ്ടെത്താൻ തീരുമാനിക്കുന്നുണ്ട്. സ്ഥലം കണ്ടെത്തിയിട്ടില്ല, പക്ഷേ അതിൻ്റെ എല്ലാ ചെലവും കൊങ്കൺ റെയിൽവേ തന്നെ വഹിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. കരാറുകാർ വഹിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ, എന്ന് വെച്ചാൽ 15ഓളം നിർദ്ദേശങ്ങൾ ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നമതല്ല, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ആരും ഇല്ല എന്ന് പറയുന്നില്ല. ആ നിർദ്ദേശങ്ങൾ നടപ്പിലായോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഉദ്യോഗസ്ഥർക്കുണ്ട്. ഉദ്യോഗസ്ഥരെ നയിക്കുന്ന സർക്കാരിനുണ്ട്. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുകയും, ഇത് ആളുകളുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ദുരന്തമുണ്ടാകാം, അപകടമുണ്ടാകാം. അത് മുൻകൂട്ടി കാണാനും അത് നിയന്ത്രിക്കാനും അപകടം നടന്നാൽ തന്നെ അത് വലിയ ദുരന്തമാകാതിരിക്കാനുമുള്ള മുൻകരുതലുകൾ, തയ്യാറെടുപ്പുകൾ നടത്തേണ്ടേ, ഉറപ്പുവരുത്തേണ്ട ചുമതല മന്ത്രിമാർക്കില്ലേ, സർക്കാരിനില്ലേ? ഉദ്യോഗസ്ഥന്മാരുടെ തലയിലെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാം എന്നാണോ കരുതുന്നത്? മനുഷ്യനിർമ്മിത ദുരന്തമാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ടി സിദ്ദിഖ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്, മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം കൈ കഴുകി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗത്തിൻ്റെ മിനിറ്റ്സ് PWD തന്നെ, പൊതുമരാമത്ത് വകുപ്പ് തന്നെ പുറത്തുവിടുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും നടപ്പാക്കിയില്ല കരാറുകാർ, അതുകൊണ്ടാണ് സംഭവിച്ചത്, ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ്
മാറി നിൽക്കാനും കൈ കഴുകി രക്ഷപ്പെടാനുമുള്ള ശ്രമമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നടത്തുന്നത്. എന്തു തന്നെയായാലും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല. ആരുടെയെങ്കിലും തലയിലിട്ട് രക്ഷപ്പെടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ചോദ്യങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. മന്ത്രിമാരെ വളഞ്ഞിട്ട് ജനങ്ങൾ ചോദ്യം ചെയ്യും, മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ടോ രോഷാകുലനായോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. കാരണം ഈ ദുരന്തത്തിൻ്റെ രക്തക്കറ ഈ സർക്കാരിൻ്റെ കയ്യിലും പുരണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ.